വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്നത്തെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള തനി നാടൻ രീതിയിലുള്ള മത്തി മുളകിട്ടതാണ്. ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടിയതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുക്കുക. തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇവ വഴറ്റിയെടുക്കാൻ. ആ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് നന്നായി വഴന്നു വന്നതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 10 ചെറിയുള്ളി ചെറുതായി അരിഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കയ്യിൽ സവാളയാണ് ഉള്ളത് എങ്കിൽ ഒരു സവാള ചെറുതായി അരിഞ്ഞെടുത്താലും മതി. പിന്നെ മീൻ കറി മുളകിടുന്ന സമയത്ത് എപ്പോഴും ചെറിയുള്ളി ചേർത്ത് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കിട്ടുക. അതിനുശേഷം ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഉള്ളിയെല്ലാം ആവശ്യത്തിന് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലകൾ ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ആ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്ന സമയം വരെ നന്നായി ഒന്ന് വഴറ്റി ഈ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു തക്കാളിയാണ്. തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇവ നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് വഴന്നു വന്നതിന് ശേഷം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിയാണ്. 2 ചെറിയ കഷ്ണം കുടംപുളി ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്നു. അത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുടംപുളി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സാധാരണ പിഴിപുളി അല്ലെങ്കിൽ വാളൻപുളി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതൊരു ചെറുനാരങ്ങ വലുപ്പത്തിലെടുത്ത് പിഴിഞ്ഞ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് ഞാൻ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾ ആവശ്യത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 1.5 കപ്പ് വരെ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മീനിൻ്റെ അളവിനനുസരിച്ച് ആവശ്യത്തിനുള്ള ചാറ് കിട്ടുന്ന വിധത്തിൽ നിങ്ങൾ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിനകത്തേക്ക് ഞാൻ മത്തി ചേർത്ത് കൊടുക്കുകയാണ്. മത്തി നന്നായി വൃത്തിയായി കഴുകിയതിന് ശേഷം ഞാനൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മത്തിയെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ ഇതൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് സമയം കുക്കിംഗ് ടൈം ആവശ്യമുള്ളൂ. അതിനുശേഷം മത്തി നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പില കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് ചുറ്റിച്ചെടുക്കുക. കാരണം നമ്മൾ തവിയിട്ട് ഇളക്കാൻ പോയാൽ മീൻ ഉടഞ്ഞു പോകും. അതുകൊണ്ട് നമ്മളൊന്ന് ചട്ടി ഒന്ന് ചുറ്റിച്ചെടുക്കുക. ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഏത് മീൻ വേണമെങ്കിലും ഈ രീതിയിൽ മുളകിടാൻ വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.